നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്ന ഒരു 2021 ഹോണ്ട സിറ്റി, അതായത് 5th ജെൻ ഹോണ്ട സിറ്റിയിലുള്ള ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റ് വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഫുൾ LED ആണ്. ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഫുൾ LED ഹെഡ്ലൈറ്റ് ആണ്. വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. 6000 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ഫുൾ LED വൈറ്റ് ലൈറ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ ഈ ഹെഡ്ലൈറ്റിന് രാത്രി വിസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. കാരണം നമുക്ക് റോഡ് കാണാനായിട്ടുള്ള ബുദ്ധിമുട്ട്, മഴ പെയ്യുക അല്ലെങ്കിൽ ചെറിയ ഫോഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോഗും കാണാൻ മഴയും കാണാനല്ലാതെ റോഡ് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ കസ്റ്റമറുടെ പ്രശ്നം ഇതായിരുന്നു, റോഡ് വിസിബിലിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ഹെഡ്ലൈറ്റിൽ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാമോ എന്നുള്ളൊരു എൻക്വയറി ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ ഫുൾ LED ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നിലവിലുള്ള സാഹചര്യത്തിൽ അപ്ഗ്രേഡ്സ് ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഫോഗ് ലാമ്പിലുള്ള ഒരു അപ്ഗ്രേഡാണ്. ഫോഗ് ലാമ്പും LED ആണ് കൊടുത്തിരിക്കുന്നത്, പ്യുവർ വൈറ്റ് തന്നെ. ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് ഫോഗിൽ കാണാനുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, കമ്പനികളെല്ലാത്തിലും പ്രൊവൈഡ് ചെയ്യുന്നത് വൈറ്റ് ലൈറ്റാണ്. LED വരുന്നത് വൈറ്റാണ്. ഈ വൈറ്റ് ഫോഗ് ലാമ്പ് ഇട്ടിട്ട് എവിടെ ഫോഗിൽ കാണാനാണ്, ഫോഗ് ഭംഗിയായിട്ട് കാണാൻ സാധിക്കുമെന്നല്ലാതെ നമുക്ക് വിസിബിലിറ്റി കിട്ടത്തില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ വാം ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. വാം ലൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് വാം ആണെന്നുണ്ടെങ്കിൽ ഈ റോഡിലുള്ള വിസിബിലിറ്റിയും ലൈറ്റും രണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വാം ലൈറ്റുകൾക്ക് നമുക്ക് വിസിബിലിറ്റി കൂടുതലുണ്ടാവും. ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിലും വാം ലൈറ്റ് എതിരെ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല, നമുക്ക് റോഡ് ഭംഗിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ വൈറ്റ് ലൈറ്റ് നേരെ തിരിച്ചാണ്, ഇൻറ്റൻസിറ്റി കുറവാണെന്നുണ്ടെങ്കിലും എതിരെ വരുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ആക്റ്റീവ, അതുപോലെയുള്ള 2 വീലർ, ഇതിലെല്ലാത്തിലും ഈ LED ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം ചെറിയ ലൈറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും എതിരെ വരുന്ന ഓൺ കമ്മിങ് ട്രാഫിക്കിന് നല്ല രീതിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത്, ഇവിടെ ഫുൾ വൈറ്റ് ലൈറ്റാണ് ഈ വാഹനത്തിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അത് വിസിബിലിറ്റി കുറവാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഫോഗ് ലാമ്പ് മാറ്റി, ആ LED ഫോഗ് ലാമ്പ് അവിടെ മാറ്റിയിട്ട് ഒരു ബൈസനോൺ പ്രൊജക്ടർ ഫോഗ് ലാമ്പ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ രീതി എന്താണ് അതിൻ്റെ അത് ചെയ്ത്, എന്ത് ചേഞ്ച് അതിൻ്റെ അകത്ത് ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. ഈ ഒരു വാഹനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന ഹോണ്ട സിറ്റിയുടെ 2021 മോഡലാണ്, 5th ജനറേഷൻ്റെ ടോപ്പ് എൻഡ് വിത്ത് LED ഹെഡ്ലൈറ്റ് ആൻഡ് ഫോഗ് ലാംപ്സ്. ഇതാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ. കാരണം അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസ് എന്താണുള്ളത്. ഫോഗ് ലാമ്പ് LED ആണ്, ഹെഡ്ലൈറ്റും LED ആണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ രണ്ടും ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളിതിന് കാണുക എന്നുള്ളത് നമുക്കൊന്ന് വാളിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് കണ്ടീഷനിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫോഗ് ലാമ്പാണ് ഇപ്പോൾ ഓണായിരിക്കുന്നത്. പകലായതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല, ചെറിയൊരു ലൈൻ പോലെ കാണുന്നുണ്ട്. ഇതെൻ്റെ ലോ ബീമാണ്. ലോ ബീം അത്യാവശ്യം എവിടെൻ്റെ ആയിട്ട് കാണാനുണ്ട്. ഹൈ ബീമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൻ്റെ അകത്ത് നിലവിലുള്ള ലൈറ്റ്. ഇതിനെ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഫോഗ് ലാമ്പിൽ കിട്ടുന്ന ഒരു 450 ലക്സസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലോ ബീം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1700 ലക്സസ് ആണ് നമുക്ക് ലോ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനി നമുക്ക് ഹൈ ബീമിൽ നോക്കാം. ഹൈ ബീമിൽ വരുന്നത് ഒരു തരക്കേടില്ലാത്ത ഔട്ട്പുട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു 2800 ലക്സസ് ആണ് നമുക്ക് ഹൈ ബീമിൽ കിട്ടുന്നത്. പക്ഷേ ലോ ബീം, നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ലോ ബീമിൽ ഒരു വളരെ മോശം പെർഫോമൻസ് ആണ് വാഹനം നൽകുന്നത്. അപ്പോൾ ഈ ഒരു ഫോഗ് ലാമ്പ്, ഇതാണ് ഈ വാഹനത്തിൽ ഹോണ്ട സിറ്റി 5th ജെൻ ഹോണ്ട സിറ്റിയിൽ വരുന്ന LED ഫോഗ് ലാമ്പാണ് ഈ കാണുന്നത്. ഇത് കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്നൊരു ബൾബാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് റീപ്ലേസ് ചെയ്യാം, അതായത് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബൾബ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വേറൊരു ബൾബ് ഇട്ടാലും എത്ര കണ്ട് വെളിച്ചം ഉണ്ടാവും എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ അകത്തുള്ള സ്പേസ് ഇത്രയേ ഉള്ളൂ, ഇത്രയാണ് ഇതിൻ്റെ ഹെഡ് വരാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് വേറെ അപ്ഗ്രേഡ്സ് ഒന്നും നിലവിൽ പോസിബിൾ അല്ലാത്തതുകൊണ്ടും നമ്മൾ ഇതിനെ മാറ്റിയിട്ട് ഒരു പ്രൊജക്ടർ ഫോഗ് ലാംപ്സ്, ബൈസനോൺ പ്രൊജക്ടർ ഫോഗ് ലാംപ്സ് ആണ് ഇവിടെ ഒരു സാഹചര്യത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കാണാനുള്ള ഭംഗി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് വളരെ മോശമാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ നിലവിലുള്ള ഔട്ട്പുട്ട് എന്താണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളുടെ വർക്കെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ ഇൻസ്റ്റലേഷനും വയറിങ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിൽ ഹൈ ബീമും ലോ ബീമും എല്ലാം ഫോഗ് ലാമ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി. സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ. കാരണം ഒരു 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. ആദ്യം അതിൻ്റെ ഒരു റിലേ നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. അതിനുശേഷം ആ റിലേ സോഴ്സ് ചെയ്ത് ഒരു സെക്കൻഡ് പ്രോസസ്സിൽ ആണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായി സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ മാത്രം വെളിച്ചമാണ്. ഇനി നമുക്കതിൻ്റെ ലോ ബീം ഒന്ന് ഓണാക്കി നോക്കാം. അതുപോലെ തന്നെ ഹൈ ബീമിൽ വരുമ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഹൈ ബീമാണ് ഇവിടെ കാണാനുള്ളൂ. നമ്മുടെ ലോ ബീം കാണാം, ലോ ബീമിൻ്റെ കട്ട് ഓഫ് കാണാം, അതുപോലെ ഫോഗ് ലാമ്പിൻ്റെ കട്ട് ഓഫ് കാണാം. പക്ഷേ നമ്മുടെ ഹൈ ബീം ആ
പ്രൊജക്ടർ ഫോഗ് ലാമ്പിൻ്റെ ഉള്ളിലായിട്ട് സിങ്കായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അത്രയ്ക്കും ഇൻറ്റൻസിറ്റി കൂടിയ രീതിയിൽ ഒരു ഹൈ ബീം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്കിതിനെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. 1 by 1 ആയിട്ട് നോക്കാം. കാരണം ആദ്യം നമ്മളിതെല്ലാം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് ഒന്നുകൂടെ കമ്പയർ ചെയ്യാം, നമുക്ക് എത്ര രീതിയിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഔട്ട്പുട്ട്, അതായത് ലോ ബീം ഫോഗ് ലാമ്പിൻ്റെ ഔട്ട്പുട്ട്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 2500 ലക്സസ് ആണ്. ആദ്യം ഉണ്ടായിരുന്ന ഒരു 450 ലക്സസ് ആയിരുന്നു. ആ 450 ലക്സസ് നമുക്കിവിടെ വരുന്ന ഒരു 2500 ലക്സസിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ. ഇത് ഫോഗ് ലാമ്പിൻ്റെ ഹൈ ബീം ഔട്ട്പുട്ടാണ്, അതായത് 3200 ലക്സസിലേക്കാണ് അത് ഇമ്പ്രൂവ് ആയിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ വാഹനം അടുത്തായിട്ട് നമുക്കൊന്ന് റോഡിലിറക്കി അതിൻ്റെ പെർഫോമൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഡ്രൈവ് തന്നെ പോയി നോക്കാം. ആദ്യമേ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു ഹെഡ് ലാമ്പ് ലോ ബീം പ്ലസ് ഫോഗ് ലാമ്പ് ലോ ബീമാണ്. ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ലോ ബീം ഓഫ് ചെയ്തിട്ടുണ്ട്, ഫോഗ് ലാമ്പിൻ്റെ മാത്രം വെളിച്ചം അതിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹൈ ബീമാണ് ഓൺ ആയിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മുടെ ലോ ബീമിൽ തന്നെ ഒന്ന്, അതായത് ഫോഗ് ലാമ്പിൻ്റെ ലോ ബീമിൽ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓടിച്ചു തുടങ്ങുമ്പോൾ കാണുന്നൊരു പോരായ്മ, ഒരു കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് ഫോഗ് ലാമ്പ് നമുക്ക് കാണുന്നത്. അതിന് കുറച്ചൊന്ന് താത്തി വെക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ എതിരെ വാഹനങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ വാഹനം ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്, അതിനെ പതുക്കെ നമുക്ക് കൈ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു, കുറച്ചും കൂടെ താത്തി വെച്ചു, കാരണം ഒരു കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എതിരെ വരുന്ന വാഹനങ്ങൾക്കൊന്നും അത് പ്രശ്നമില്ലാത്ത രീതിയിലായിക്കോളും. കാരണം നമ്മൾ ആദ്യം വെച്ചപ്പോൾ ഉള്ള ചെറിയൊരു പോരായ്മയായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ഡ്രൈവിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ വാഹനം ഓടിച്ചു നോക്കുന്നത്. അപ്പോൾ ഇനി ഈ വാഹനം നമുക്കൊന്ന് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് റോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഹെല്ല മോഡൽ പ്രൊജക്ടർ ഫോഗ് ലാംസ് ആണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഒരു ഹെല്ല ടൈപ്പ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഹെല്ലയുടെ എക്സാക്റ്റ് ഫോഗ് ലാമ്പൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഡിസൈനും പാറ്റേണൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലൂ ലെൻസാണ് ഫോഗ് ലാമ്പിന് വരുന്നത്. ഏതാണ്ടൊരു റിപ്ലിക്ക ഓഫ് ഹെല്ല G5 പ്രൊജക്ടറിൻ്റെ ഒരു റിപ്ലിക്ക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തായാലും വളരെ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ് എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. കാരണം നമ്മുടെ ഹെഡ്ലൈറ്റിൽ കിട്ടുന്ന പോലെ തന്നെ അതിൻ്റെ അകത്ത് വെളിച്ചം വരുന്നുണ്ട്. പക്ഷേ ഫോഗ് ലാമ്പിൻ്റെ പൊസിഷൻ വൈസ് കുറച്ച് താഴെ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ത്രോയിൽ കുറച്ച് ലെങ്ത് വൈസ് കുറച്ച് കുറവുണ്ടാവും. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് ഔട്ട്പുട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഹൈ ബീം ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, നല്ല രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ റോഡ് നല്ല രീതിയിൽ ആ ഒരു ഏരിയ ഹൈ ബീമിൻ്റെ ആണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ആ റോഡിൻ്റെ സെൻട്രൈസ് മാത്രം വളരെ ഭംഗിയായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഹൈ ബീം പോകുന്നത്. ലോ ബീമിലാണെങ്കിലും വളരെ നല്ല രീതിയിൽ രണ്ട് സൈഡിലേക്കുള്ള സ്പ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ഇനി വളരെ ഭംഗിയായിട്ട് നമുക്ക് ഓടിക്കാൻ കഴിയും. അതുപോലെ നമ്മളിവിടെ ബൾബ് ഉപയോഗിച്ചിരിക്കുന്നതാണെങ്കിൽ ഒരു H8 ബൾബാണ്, H8 ബൾബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നമുക്കതൊരു വൈറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ വാമാണ്. അത് ആ ഒരു വീഡിയോയുടെ കളർ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. പക്ഷേ നമുക്ക് നേരെ കാണുമ്പോൾ കുറച്ചുകൂടെ വാമായിട്ടുള്ള ഒരു ലൈറ്റാണ് ഇത്. എന്തുകൊണ്ടും നമ്മുടെ റെയിനി അതുപോലെ തന്നെ ഫോഗി സീസണിലെല്ലാം അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലെല്ലാം വളരെ ഭംഗിയായിട്ട് റോഡ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കളർ ടെമ്പറേച്ചർ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഒരു 6000 കളർ ടെമ്പറേച്ചറുള്ള ലൈറ്റുകളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അത് നമ്മളെല്ലാം മാറ്റിയിട്ട് വാം കളർ ടെമ്പറേച്ചറിലേക്കാണ് കുറച്ചിരിക്കുന്നത്.
അപ്പോൾ ഏതായാലും ഈ ലൈറ്റ് എതിരെ വരുന്നവർക്കൊന്നും ഹേർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ലോ ബീം ആണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് അതിൻ്റെ കട്ട് ഓഫ് വരുന്നത്. കാരണം ഒരു രീതിയിലും എതിരെ വരുന്നവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് നമ്മുടെ അതിൻ്റെ ലെവൽ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭംഗിയായിട്ട് റോഡ് കാണാം, അതുപോലെ തന്നെ എതിരെ വരുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓടിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക്, കസ്റ്റമർ അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ ഇപ്പോൾ തന്നെ പറഞ്ഞു, വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെയും ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റുന്നില്ല, അതുപോലെയുള്ള രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഹൈ ബീം എന്തായാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു വാം കളറാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഇൻറ്റൻസിറ്റിയിൽ ലൈറ്റ് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഒരു ലോ ബീമാണ് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഒരു വാഹനത്തെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ലോ ബീമിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാഹനം ഇപ്പോൾ പോകുന്നതും മജോറിറ്റി ടൈമിൽ ലോ ബീമിലാണ്. നമ്മൾ ആ ഒരു ഫ്രീ ഫ്ലോ ഉള്ള സമയത്ത് മാത്രമാണ് ഹൈ ബീം ഉപയോഗിക്കേണ്ടത്. ഇത് ഈ ഒരു വാഹനത്തിൻ്റെ മാത്രം ഒരു ഇഷ്യൂ അല്ല. അതായത് വൈറ്റ് ലൈറ്റ് വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്. പലരും വിളിക്കാറുണ്ട്. പല വാഹനങ്ങൾക്ക് നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവരുടെ ഫോഗ് ലാമ്പിൻ്റെ ഡിസൈൻ, ഇപ്പോൾ ഈ ഒരു ഹോണ്ട സിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ ഡിസൈൻ എക്സാക്റ്റ് ഒരു റൗണ്ട് ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു പ്രൊജക്ടർ ഫോഗ് ലാമ്പ് ചൂസ് ചെയ്യാനും അവിടെ ഭംഗിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും സാധിച്ചത്. പല വാഹനങ്ങളിലും ഇപ്പോൾ ക്രെറ്റ, അതുപോലെ തന്നെ ടൈബർ, അതുപോലെ തന്നെ പല വാഹനങ്ങളിലും ഇപ്പോൾ LED ടോപ്പ് എൻഡിലെല്ലാം വരുന്നത് LED ലൈറ്റുകളാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ, അതായത് LED വരുന്ന വാഹനങ്ങളിൽ നമുക്കൊരു അപ്ഗ്രേഡ് പോസിബിൾ അല്ല. തൊട്ട് താഴെയുള്ള, ഇപ്പോൾ ഈ ഹോണ്ട സിറ്റിയുടെ ആണെങ്കിൽ തൊട്ട് താഴെയുള്ള 5th ജനറേഷൻ ഹോണ്ട സിറ്റിയുടെ ഇതിന് തൊട്ട് താഴെ വരുന്ന മോഡലിൽ ഒരു ഹാലജൻ പ്രൊജക്ടറും ഹാലജൻ റിഫ്ലക്ടറാണ് വരുന്നത്. അവിടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. കാരണം ഒരു ലോ ബീമിൽ ഒരു HIDയും ഒരു ഹൈ ബീമിലൊരു LED കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായി, അതായത് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കിട്ടും. ലിങ്ക് മേളിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിലുള്ളൊരു അപ്ഗ്രേഡ് തന്നെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ കിട്ടുന്നത്. നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഹോണ്ട സിറ്റിയിലേതുപോലെ തന്നെ വേറൊരു വാഹനം കൂടെ നമ്മളിവിടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു BMW X1 പുതിയ വാഹനമാണ്. അതിലും ഇതുപോലെ തന്നെ LED ഹെഡ് ലാമ്പാണ് വരുന്നത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു LED ഹെഡ് ലാമ്പാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതിനും ഇതുപോലെ തന്നെ ഒരു ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതും അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ഒരു വീഡിയോ ഇടാനായിട്ട് സാധിക്കും. അത് അടുത്ത് തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ വീഡിയോ ഇവിടെ ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. ഇതുപോലെയുള്ള വാഹനങ്ങളുടെ അപ്ഗ്രേഡ് വർക്കുകൾ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ബുക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം, വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Turn it up and then I'm gonna take it down.